ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ്സിൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS FNCKയുടെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഫോർത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും. ആർക്കൊക്കെയാണ് ഫോർത്ത് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. AMCS FNCKയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഫോർത്ത് അലോട്ട്മെന്റ് വരുന്നത് ഒക്ടോബർ 4-ാം തീയതിയാണ്. ഫോർത്ത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒക്ടോബർ 6 മുതൽ 9-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും അത് ബേസ് ചെയ്തിട്ടുള്ള അറ്റസ്റ്റഡ് കോപ്പീസും ഫോട്ടോഗ്രാഫ് അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വേണ്ടത് അത് നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നിങ്ങളെ ഏതെങ്കിലും ഏജൻസി വഴി ഈ ഒരു അസോസിയേഷനിൽ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പലയിടത്തു നിന്നും അങ്ങനെ ഒരു കോൾ വന്നതായിട്ട് അറിയിപ്പ് വന്നതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ നമുക്കിത് ഓപ്പൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് സെപ്റ്റംബർ 26-ാം തീയതി വരുന്ന അപ്ഡേറ്റ് ആണ്. ഓൺലൈൻ കൺഫർമേഷൻ ഓഫ് കോളേജ് ഓപ്ഷൻ ഫോർ ദ ഫോർത്ത് ഓൺലൈൻ അലോട്ട്മെന്റ് ടു ദ റിമൈനിങ് വേക്കന്റ് സീറ്റ്സ് ഇൻ ദ മെമ്പർ കോളേജസ്. അതായത് പല കുട്ടികളും ചോദിക്കുന്ന ഡൗട്ടാണ് ഫോർത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഇനി പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമോ എന്നുള്ളത്. ഫോർത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. പക്ഷെ ആ ഓപ്ഷൻസിനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ, അതായത് റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പുതുതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഓൾറെഡി വെച്ച ഓപ്ഷൻസിനെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AMCS FNCKയിൽ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളുണ്ടാകും. അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കോളേജ് ഓപ്ഷന്റെ താഴെയായിട്ട് കൺഫേം എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാകും. കൺഫേം കൊടുക്കുന്നതിന് മുന്നേടിയായിട്ട് നിങ്ങൾ റീഅറേഞ്ച്മെന്റ് ചെയ്തതും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത കോളേജൊക്കെ ഒന്ന് നോക്കുക. അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. കൺഫേം കൊടുക്കാത്ത കുട്ടികളെ ഫോർത്ത് അലോട്ട്മെന്റിൽ പരിഗണിക്കുകയില്ല. അതുകൊണ്ട് കൺഫേം കൊടുക്കാൻ ആരും വിട്ടുപോകരുത്. കൺഫേം കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 3-ാം തീയതി ആഫ്റ്റർനൂൺ 12 മണി വരെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൺഫേം കൊടുക്കേണ്ടത് ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, അവിടെ കൺഫേം ബട്ടൺ കാണും, അതിൽ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് കോളേജ് ഓപ്ഷൻസ് കറക്റ്റ് ആണോ, പ്രയോറിറ്റൈസ് ചെയ്തത് ഓക്കെ ആണോ, റീഅറേഞ്ച്മെന്റ് നോക്കണമോ എന്നതൊക്കെ നോക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അലോട്ട്മെന്റ് ലാസ്റ്റ് കിട്ടിയ കുട്ടികളുണ്ടാകും. അവര് ഡയറക്റ്റ് പോയി കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഏതാണോ നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് നിൽക്കുന്ന ആ കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾക്ക് അടുത്ത ഫോർത്ത് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇപ്പൊ അലോട്ട്മെന്റ് കിട്ടി, അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, കോളേജ് ഓപ്ഷൻസ് ഹയർ ആയിട്ടൊന്നും കൊടുക്കാൻ താല്പര്യമില്ല, ഇതിൽ ഓക്കെ ആണ് എന്നുള്ള കുട്ടികൾ കൺഫേം കൊടുക്കരുത്. നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത ഫോർത്ത് അലോട്ട്മെന്റിലും കൂടെ പരിഗണിക്കപ്പെടാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൺഫേം കൊടുക്കാതിരിക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത്. അതായത് ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ആ കോളേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരിക്കലും കൺഫേം കൊടുക്കരുത്. അത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോർത്ത് അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ കൺഫേം കൊടുക്കാതിരിക്കുക. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടൈം അനുസരിച്ച് പോയി അഡ്മിഷൻ എടുക്കാമോ എന്നുള്ളത്. അത് സൈറ്റിൽ വളരെ പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ടൈമിൽ തന്നെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്. പിന്നീട് കുറച്ച് ടൈം കൂടി കിട്ടുക അങ്ങനെയൊന്നും ചെയ്ത് തരത്തില്ല. അതുകൊണ്ട് പറയുന്ന സമയത്ത് തന്നെ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇനി ILBS വഴി കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കിട്ടിയിട്ടോ സീറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതും വാക്കൻസി സീറ്റായിട്ട് വന്ന് മുന്നോട്ട് പിന്നെയും സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ അലോട്ട്മെന്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ 4-ാം തീയതിയാണ് ഫോർത്ത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എല്ലാവരും വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഇയറിലെ ഫീയും ഒറിജിനൽ ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഒക്ടോബർ 6 മുതൽ ഒക്ടോബർ 9-ാം തീയതി വൈകിട്ട് 3 മണി വരെയാണ് നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാനുള്ള സമയം തന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ പോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് കമന്റ് സെക്ഷനിൽ, ലാസ്റ്റ് ഒരു ഡേറ്റിന് മുന്നെയാണ് പലരും അപ്ഡേറ്റ്സ് അറിയുന്നത്, അലോട്ട്മെന്റ് കിട്ടി എന്നുള്ളത് തന്നെ അറിയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഡേ പോയി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ടൈമിന് അപ്ഡേറ്റ്സ് മനസ്സിലാക്കുക. അവർ പറയുന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയും കൂടി ശ്രദ്ധിക്കുക കേട്ടോ.
പ്രത്യേകം ശ്രദ്ധിക്കുക. AMCS FNCKയിൽ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ കയറി കൺഫേം ബട്ടൺ കൊടുക്കണം. അതിന് മുന്നോടിയായിട്ട് ഓപ്ഷൻസ് നിങ്ങൾ വെച്ചിരിക്കുന്നതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പോകേണ്ടതായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻസ് റീഅറേഞ്ച്മെന്റ് ചെയ്യുക. ഇഷ്ടമില്ലാത്ത കോളേജസ് പ്രയോറിറ്റി ചെയ്ത് വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഫോർത്ത് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കുട്ടികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പുതിയ ഓപ്ഷൻസ് വെക്കുകയല്ല ചെയ്യേണ്ടത്, റീഅറേഞ്ച്മെന്റ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്നതാണ് എത്ര അലോട്ട്മെന്റ് വരെ ഉണ്ടാകും എന്നുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ 6 അലോട്ട്മെന്റ് വരെ ഉണ്ടായിരുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓരോരുത്തർ അലോട്ട്മെന്റ് കിട്ടുന്നതനുസരിച്ച് ക്യാൻസൽ ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാത്തവരുണ്ടാകും. ഒക്കെ വരുന്ന സീറ്റ് വാക്കൻസി എപ്പോൾ ഫില്ലാകുന്നുവോ അതുവരേക്കും എന്ത് നടക്കും, അലോട്ട്മെന്റ് നടന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അതുപോലെ അലോട്ട്മെന്റുകളും അഡ്മിഷനും ഒക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും കുട്ടി സീറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 4 വർഷത്തെ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ തിരികെ തരികയുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പെനാൽറ്റി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അതുപോലെ ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ടോക്കൺ ഫീസ് തിരിച്ചു കിട്ടും. വേണ്ടിയിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിങ്ങളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്താൽ മാത്രമേ ടോക്കൺ ഫീസ് തിരികെ കിട്ടുകയുള്ളൂ. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുള്ളതുമാണ്. അതുപോലെ ആർക്കൊക്കെയാണ് AMCS FNCKയിൽ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രഡിക്ഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ എത്രത്തോളം സാധ്യത ഉള്ള കുട്ടികൾ വെയിറ്റ് ചെയ്യണം എന്നതും കൂടി മനസ്സിലാക്കുക. സാധ്യത ഇല്ലാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ പുറത്ത് അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ 1 വർഷം അവിടെ നഷ്ടപ്പെടുന്നതുമായിരിക്കും. അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രഡിക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ ബാക്കി കാറ്റഗറി സ്റ്റുഡൻസ്, അതായത് ക്രിസ്ത്യൻസ് അല്ലാത്ത ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഇവിടെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് പ്രയോറിറ്റി വന്നതിന് ശേഷം മാത്രമേ ബാക്കി ഓപ്പൺ മെറിറ്റ് സ്റ്റുഡൻസിന് പ്രയോറിറ്റി വരികയുള്ളൂ. പല കുട്ടികളും ചോദിച്ചതാണ് ഓപ്പൺ മെറിറ്റ് സ്റ്റുഡൻസിനെ ഇവിടെ എടുത്തിരിക്കുന്നത് വളരെ കുറവും ക്രിസ്ത്യൻ മൈനോറിറ്റി സ്റ്റുഡൻസിനെ എടുത്തിരിക്കുന്നത് കൂടുതലുമാണ്. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. AMCS FNCK അസോസിയേഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് പ്രയോറിറ്റൈസ് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാറ്റഗറി സ്റ്റുഡൻസിന് ഈ ഒരു അസോസിയേഷൻ വഴി പ്രയോറിറ്റൈസ് കൊടുക്കുകയുള്ളൂ. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്നതാണ് LBSും ഇതും തമ്മിൽ വലിയ ഫീസ് ഡിഫറൻസ് ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LBS വഴിയാണെങ്കിൽ ഫീ കൺസെഷൻ ഉണ്ട്, റിസർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളുണ്ട്, സ്കോളർഷിപ്പുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്നും കിട്ടും. എന്നാൽ AMCS FNCK അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുകയുമില്ല. അതുപോലെ തന്നെ റിസർവേഷൻ കൂടുതലും കൊടുക്കുന്നത് ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് മാത്രമായിരിക്കും. എന്നാൽ LBSൽ വരുമ്പോൾ ഓരോ കാറ്റഗറിക്കും റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. മുസ്ലിമിനായാലും SC ST ധീവര വിശ്വകർമ്മ ഓരോ കാറ്റഗറിക്കും ഇവിടെ റിസർവേഷൻ വരുന്നുണ്ട് എന്നതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പല കുട്ടികളും കമന്റ് സെക്ഷനിൽ ഇത് എടുത്തു ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.